എല്ലാ പച്ചക്കറി ചെടികൾക്കും കൂടുതൽ വിളവ് കിട്ടാനും അതുപോലെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനും ഏറ്റവും പറ്റിയൊരു ഔഷധമാണ് നമ്മുടെ ഉള്ളിത്തോല് കഷായം. ഈ ഉള്ളിത്തോല് കഷായം ചെടികൾക്ക് ഞാൻ പല പ്രാവശ്യവും ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിൻ്റെ വീഡിയോയും ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു ഭയങ്കര മുന്നേറ്റമാണ് കൃഷിയിലുണ്ടാകുന്നത്. കാരണം നനച്ചിരിക്കാതെ ചെടി പെട്ടെന്ന് വളരുക, അതുപോലെ പ്രതിരോധശേഷി കൂടുതൽ കിട്ടുന്നതുകൊണ്ട് കീടബാധകൾ ഒന്നും ഉണ്ടാകാതെ വരിക, ഇങ്ങനെ അനവധി ഗുണങ്ങളും ഈ ഉള്ളിത്തോല് കഷായം കൊണ്ട് പ്രയോഗിച്ച് കഴിയുമ്പോൾ കിട്ടാറുണ്ട്. അപ്പോൾ ഇന്ന് ആ വീഡിയോയാണ് ചെയ്യുന്നത്. ഇത് സവാളയുടെ തൊലിയാണ്. അപ്പോൾ കുറഞ്ഞ ചിലവിൽ കൂടുതൽ പച്ചക്കറി കൃഷി ചെയ്ത് നല്ല വിളവും വരുമാനവും എങ്ങനെ ഉണ്ടാക്കാം എന്നതിനെ പറ്റിയുള്ള മാർഗ്ഗങ്ങൾ കണ്ടുപിടിച്ച് മുന്നോട്ട് പോകുന്ന എന്നോടൊപ്പം ചേരാൻ താല്പര്യമുള്ള സന്മനസ്സുള്ള എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. അതോടൊപ്പം തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുവാനും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും പരമാവധി ജനങ്ങളിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുവാനും താല്പര്യപ്പെടുന്നു. കൃഷിയിലൂടെ നമുക്ക് മുന്നേറണം, നമുക്ക് മാത്രമല്ല കേരളവും മുന്നേറണം. പൊട്ടാഷിൻ്റെ അംശമൊക്കെ വളരെ കൂടുതലാണ് ഇതിൽ. ഇതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ വരുന്ന സമയം ജനുവരി, ഫെബ്രുവരി, മാർച്ചൊക്കെ ഏറ്റവും പറ്റിയ കാലാവസ്ഥയാണ് കൃഷി ചെയ്യാൻ. കാരണം പകൽ നല്ല വെയിലും ചൂടും, രാത്രിയാകുമ്പോൾ ചെറിയ മഞ്ഞും ഒക്കെയുള്ള കാലാവസ്ഥ ഏറ്റവും നല്ല സംഭവമാണ് കൃഷി ചെയ്യാൻ. നമ്മളിത് ഒന്ന് അമർത്തി ഒതുക്കി വച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുങ്ങാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇതിപ്പോൾ അമർത്തി കഴിഞ്ഞാൽ വെള്ളം ലെവലായിട്ട് നിൽക്കണം. ഇതേ അളവിലാണ് ഇപ്പോൾ വെള്ളം ഒഴിച്ചിട്ടുള്ളത്. ഇതിൽ വെള്ളത്തിൻ്റെ അളവ് നമുക്ക് പറയാൻ പറ്റില്ല. എത്ര ഉള്ളി ഉണ്ടോ അത് അത്രയും ഇട്ടിട്ട് ഇങ്ങനെ വെള്ളം അമർത്തി കഴിയുമ്പോൾ വെള്ളം മുകളിൽ നിൽക്കാൻ പാകത്തിനായിരിക്കണം വെള്ളം ഒഴിക്കേണ്ടത്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരല്പം ശർക്കര ഇട്ട് കൊടുക്കണം. ഒരു 50 ഗ്രാം ശർക്കര ഇട്ടാൽ മതി. ഇത് ഈസ്റ്റിൻ്റെ ഗുണം ചെയ്യുന്നതാണ്, ഈസ്റ്റല്ല ശർക്കര. ഇത് പെട്ടെന്ന് പുളിക്കാനൊക്കെ വളരെ നല്ലതാണ്. വേറൊരു സാധനം കൂടെ ചേർക്കുന്നുണ്ട് നമ്മൾ. ഇത് മോരാണ്. ഇപ്പോൾ ഒരു 100 ml മോരും ഒഴിക്കുക. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട്, സാധാരണ 10 ദിവസമൊക്കെയാണ് നമ്മൾ മോര് ശർക്കരയൊക്കെ ഇട്ടതുകൊണ്ട് ഒരു 6-5 ദിവസം കഴിയുമ്പോൾ ഇത് സെറ്റാവും. ടൈറ്റായിട്ട് ഒന്ന് അടച്ചു വയ്ക്കണം, കൊതുക് കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. വേണമെങ്കിൽ ഇതിൻ്റെ അടിയിൽ ഒരു പേപ്പറും കൂടി ഇട്ടിട്ട് അടച്ചു വെച്ചിട്ട് തണലത്ത് വയ്ക്കുക. ഓക്കെ. 2 ദിവസം കഴിയുമ്പോൾ ഇതൊന്ന് തുറന്നെടുത്തിട്ട് ഒരു കോല് കൊണ്ട് ക്ലോക്ക് വൈസിൽ ഇളക്കുക. ഇങ്ങോട്ട് ഇളക്കരുത്, ഇങ്ങോട്ട് തന്നെ ഇങ്ങനെ ഇളക്കുക. 3-4 പ്രാവശ്യം ഒന്ന് ഇളക്കിയിട്ട് അതുപോലെ തന്നെ അടച്ചു വയ്ക്കുക. ഒറ്റ പ്രാവശ്യം അങ്ങനെ ചെയ്താൽ മതി. ഇനി 5 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം. 5 ദിവസം കഴിഞ്ഞ് നമ്മൾ എടുക്കുമ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് മുങ്ങാൻ പാകത്തിന് വെള്ളത്തിന് കണക്കില്ല എന്നാണല്ലോ ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പോൾ മുങ്ങാൻ പാകത്തിന് വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ അത് എത്ര വെള്ളമാണെന്ന് നമ്മൾ ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. എന്നിട്ട് അത്രയും കൂടി വെള്ളം ഇതിനകത്തേക്ക് ചേർക്കുക. എന്നിട്ട് ഇത് പിഴിഞ്ഞെടുക്കുക. കണ്ടോ, ഇങ്ങനെ പിഴിഞ്ഞ് ചണ്ടി കളയണം. ചണ്ടി മൊത്തം കളയണം. അതിൽ പിന്നെ ഗുണങ്ങളൊന്നുമില്ല അതിന് ചണ്ടിയിൽ. എന്നിട്ട് ആ വെള്ളം എടുക്കുക. ആ വെള്ളം എടുത്തിട്ട് ഒരു 100-150 ml വെണ്ടയ്ക്കോ തക്കാളിക്കോ പച്ചമുളകിനോ എന്തിനാണെന്ന് വെച്ചാൽ പച്ചക്കറികൾക്ക് ഒഴിച്ചു കൊടുക്കുക. 100 മില്ലി ഒഴിക്കുക, അല്ലെങ്കിൽ 150 മില്ലി ഒഴിക്കുക. അത്രയും കൂടി വെള്ളം ഒഴിച്ച് ഡൈലൂട്ട് ചെയ്യാതെ ഒഴിക്കരുത്. ഇതിന് എഫക്റ്റ് ഉണ്ട്, എഫക്റ്റ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്.
എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ വല്ലതും വിട്ടുപോയിട്ടുണ്ടോ, നിങ്ങൾക്ക് അറിയേണ്ട വല്ലതും ഉണ്ടോ എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ചിലർ എന്നോട് ചോദിച്ചിരുന്നത് വാഴയ്ക്കും തെങ്ങിനൊക്കെ ഒഴിക്കാൻ പറ്റുമെന്ന്. ഒഴിക്കാൻ പറ്റും, കുഴപ്പമില്ല. പക്ഷേ അത് നമുക്ക് മുതലാകില്ലല്ലോ. ഇത്രയും ഉള്ളിത്തോല് എടുത്ത് സംഘടിപ്പിച്ച് കൊണ്ടുവന്നിട്ട് അത് വാഴയ്ക്ക് ഒരു 1/2 ലിറ്റർ 500 ml ഒക്കെ ഒഴിക്കേണ്ടി വരും ചുരുങ്ങിയത്. അത് നമുക്ക് മുതലാവില്ല. പിന്നെ ഇത് ഒഴിക്കാൻ പറ്റാത്ത ഒരേ ഒരു ചെടിയുള്ളൂ, ചീര. കാരണം ഇത് ഒഴിച്ചാൽ പെട്ടെന്ന് പൂക്കും, ഒരുപാട് കായ്കൾ പിടിക്കും. ചീര പൂത്താൽ പിന്നെ നമുക്കറിയാമല്ലോ, ഒന്നിനും കൊള്ളില്ല അത്. അതുകൊണ്ട് ചീരയ്ക്ക് ഒഴിക്കണ്ട, ബാക്കി എല്ലാത്തിനും ഒഴിക്കുക. ഇത് തണലത്തേക്ക് മാറ്റി വയ്ക്കുക. ഇനി നിങ്ങളോട് പ്രധാനപ്പെട്ട ഒരു കാര്യവും കൂടി പറയാനുണ്ട്. ഞാൻ നിങ്ങളോട് പറയാറുണ്ട് വീട് പൊളിക്കാൻ പോകുമെന്ന്. അപ്പോൾ എനിക്ക് ഒരുപാട് പൊന്നാങ്കണ്ണി ചീരയുണ്ട്. അപ്പോൾ ഇത് യഥാർത്ഥ പൊന്നാങ്കണ്ണി ചീരയാണ്. കണ്ടോ, യഥാർത്ഥ പൊന്നാങ്കണ്ണിയാണ് ഇത്. അപ്പോൾ ഇത് ഞാൻ ഓൺലൈനിൽ വിൽപ്പനയുണ്ട്. ഇപ്പോൾ എല്ലാം ഓൺലൈനിൽ കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ പെര പൊളിച്ച് കഴിയുമ്പോൾ ഇതെല്ലാം JCB വന്നാൽ, ഇത്രയും സ്ഥലമേ ഉള്ളൂ ഇവിടെ. അപ്പോൾ JCB വന്നാൽ ഇതെല്ലാം പോകും. അപ്പോൾ അതിൻ്റെ പേപ്പറുകളെല്ലാം പഞ്ചായത്തിൽ കൊടുത്ത് അത് സാങ്ഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരാഴ്ച 2 ആഴ്ചയൊക്കെ കഴിയുമ്പോൾ ചിലപ്പോൾ പൊളിച്ചേക്കാം. അപ്പോൾ അതിനു മുമ്പ് ഇതെല്ലാം കേരളം മുഴുവൻ എത്തിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ഞാൻ വില കുറച്ചാണ് കൊടുക്കുന്നത്. 350 രൂപയാണ് 20 തണ്ടിന്. ഞാനത് 200 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ ആവശ്യക്കാർ അത് വാങ്ങിച്ച് നടുക. ഇതിൻ്റെ വാട്സാപ്പ് നമ്പർ ഞാൻ ടൈറ്റിലിൽ കൊടുക്കാം. അതുപോലെ നല്ല ഇനത്തിൽപ്പെട്ട കറ്റാർവാഴ തൈക്കളും കൊടുക്കാനുണ്ട്. 60 രൂപയ്ക്കാണ് തൈക്കൾ കൊടുക്കുന്നത്. ചെറിയ തൈക്കളായിരിക്കും, ഇതുപോലത്തെ തൈക്കളായിരിക്കും കൊടുക്കുന്നത്. നിറയെ ഉണ്ടാകുന്ന നല്ല ഇനം കറ്റാർവാഴയാണിത്. ഇതൊക്കെ വീട്ടിൽ കൊണ്ട് കൃഷി ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇല്ലാത്തവരിത് കൃഷി ചെയ്യുക. ഇതെങ്ങനെയാണ് കൃഷി ചെയ്യുന്നതൊക്കെ ഞാൻ 2-3 വീഡിയോ ഇട്ടിട്ടുണ്ട്, അതും നിങ്ങൾക്ക് കാണാം. നല്ല ഇനം എന്ന് പറയുന്നതിൻ്റെ കാരണം ഇതാണ്. കണ്ടോ, നല്ല വീതി ഉള്ളതാണ് ഇതിൻ്റെ തണ്ട്. അപ്പോൾ ഇതിൽ ഒരുപാട് ജെല്ല് കിട്ടും നമുക്ക്. പിന്നെ കോല് പോലെ പോകുന്ന വേറൊരു ടൈപ്പുണ്ട്, അത് ഞാൻ നട്ടിട്ടില്ല, അത് കൊള്ളില്ലാത്ത ഇനമാണ്. അപ്പോൾ ഈ നല്ല ഇനം കറ്റാർവാഴയുടെ തൈക്കൾ നിങ്ങൾ വാങ്ങിച്ച് വീട്ടിൽ നട്ട് വളർത്തുക. അപ്പോൾ ഇതിൽ ഞാൻ വില കുറച്ച് കൊടുത്തതിന് ഭയങ്കര പോസ്റ്റൽ ചാർജ് കൂടുതലാണ് പാഴ്സലിന്. GST വന്നതിൻ്റെയാണെന്ന് തോന്നുന്നു. അതുപോലെ ഇതിൻ്റെ ബോക്സ് അടിക്കാൻ ഞാൻ ചോദിച്ചപ്പോൾ 30 രൂപയാണ് അവർ പറയുന്നത്. 10,000 ഒക്കെ ബോക്സ് അടിക്കുകയാണെങ്കിൽ 20 രൂപയ്ക്ക് തരാം. 500,000 ഒക്കെയാണ് അടിക്കുന്നതുണ്ടെങ്കിൽ 30 രൂപ വരുമെന്ന് പറഞ്ഞു ഒരു ബോക്സിന്. അപ്പോൾ എല്ലാത്തിൻ്റെ വില കൂട്ടി നോക്കുമ്പോൾ നമുക്ക് വലിയ ലാഭമൊന്നും ഇതിലില്ല. ഇത് തലമുടി വളരാനും അതുപോലെ നല്ല ഉള്ളുണ്ടാകാനും ഏറ്റവും നല്ല സാധനമാണ് നമ്മുടെ ഈ കറ്റാർവാഴ. കാരണം ഇത് അനുഭവമാണ്. കോവിഡ് കാലത്ത് മുടി മുഴുവൻ പോയ ആൾക്കാരൊക്കെ എൻ്റെ വീട്ടിലുണ്ട്. അവർക്കൊക്കെ ഇപ്പോൾ പഴയതിലും കൂടുതൽ മുടിയായിട്ടുണ്ട്. ചെറിയ തൈ എന്ന് പറഞ്ഞപ്പോൾ ഇത്രയും ചെറുതല്ല കേട്ടോ, ഇതിലും വലുതാണ്. അതുപോലെ കോവൽത്തണ്ട് വേര് പിടിപ്പിച്ചത് കൊടുക്കുന്നുണ്ട്. ഞാൻ കോവൽത്തണ്ട് ഇവിടെ ഒരുപാട് പേരാണ്, നിരവധി പേരാണ് എന്നോട് ചോദിച്ചത്. ഒരു 10-100 എണ്ണം ഞാൻ കൊടുത്തു കഴിഞ്ഞു, ഇനിയുണ്ട് കൊടുക്കാൻ. അതിന് 2 തണ്ടാണ് 100 രൂപയ്ക്ക് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.